ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ സജിത. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് വെൽഡിസി എല്ലാ ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ കട്ട് ഓഫുകൾ ലാസ്റ്റ് കൊല്ലമായിരുന്നു വരാനിരുന്നത്. കൊല്ലം ജില്ലയുടെയും ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കട്ട് ഓഫുകളൊക്കെ ഒന്ന് അനാലിസിസ് നടത്താം. അതായത് ഇനിയിപ്പോ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രയോജനം ഉണ്ടാകും, അതുപോലെ കട്ട് ഓഫുകളൊക്കെ ഇപ്പം ഫാം വർക്കറിന്റെ ഒരു റിസൾട്ട് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 93 ആണ്. അപ്പൊ കോമ്പറ്റീഷൻ നല്ല ടൈറ്റ് ആണ്. നന്നായി തന്നെ പഠിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റ്. നിങ്ങൾ PSC ആണോ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ പഠിക്കുക, കൺസിസ്റ്റൻസി ഉണ്ടാവുക, അപ്ഡേറ്റഡ് ആവുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിനായിട്ട് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പൊ നമുക്ക് നോക്കാം ഇല്ലേ? യെസ്, നമ്മുടെ മലപ്പുറം ജില്ലയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും അത്യാവശ്യം കട്ട് ഓഫ് ഉള്ള ഒരു ജില്ല തന്നെയാണ് മലപ്പുറം. ഈ പ്രാവശ്യവും 66 കട്ട് ഓഫ്. മാത്രമല്ല, നിയമനങ്ങൾ കൂടുതൽ നടക്കുന്ന സ്ഥലത്ത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇല്ലേ? നിയമനങ്ങൾ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കട്ട് ഓഫ് കൂടുതലാണ്. അപ്പൊ അത്യാവശ്യം നിയമനങ്ങൾ ഉള്ളതാണ് മലപ്പുറം ജില്ല. 66 കട്ട് ഓഫ്. ഇടുക്കി ജില്ലയിൽ അത്ര വേക്കൻസികൾ കുറവാണ്. അതിനനുസരിച്ചിട്ട് കട്ട് ഓഫിലും വ്യത്യാസമുണ്ട്. 62.33. കണ്ണൂര് 57. ഈ 57 ആ ഒരു റേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് കണ്ണൂര് 57 ആണ്. പിന്നെ എറണാകുളം 67.67. അതൊക്കെ നല്ല കട്ട് ഓഫ് ആണ്. കോഴിക്കോട് എന്താ 69.33. 70-നടുത്ത് എത്തി കോഴിക്കോടും കട്ട് ഓഫ്. പത്തനംതിട്ട 58.33. സെയിം അത് തന്നെയാണ് കൊല്ലത്തിനും വന്നിരുന്നത്, 58.33. ആലപ്പുഴ 62.67. വയനാട് 67.67. വയനാട് എറണാകുളം ഒക്കെ ഒരേ റേഞ്ച് കിടക്കാണ്. പാലക്കാട് ജില്ലയിലേക്ക് പോയപ്പോ 64. പാലക്കാട് ചില സമയങ്ങളിൽ കട്ട് ഓഫ് കൂടും. ക്വസ്റ്റ്യൻ പേപ്പർ കട്ടിയാണെങ്കിൽ കട്ട് ഓഫ് കുറയുന്ന ഒരു ജില്ലയാണ്. ആ രീതിയിൽ തന്നെ വന്നത്. കാസർഗോഡ് 53.33. നമ്മുടെ തിരുവനന്തപുരം ജില്ല 72.67. ഹയസ്റ്റ് കട്ട് ഓഫുമായിട്ട് തിരുവനന്തപുരം. നിയമനം കൂടുതലാണ്, പക്ഷെ അതുപോലെ അവിടെ കട്ട് ഓഫ് കൂടിയിട്ടുണ്ട്. തൃശ്ശൂര് നോർമൽ രീതിയിൽ 60.33. കോട്ടയവും പാലക്കാടും ഒക്കെ 64. കോട്ടയം 64.67 ആണ്. അപ്പൊ ഇത് നമുക്ക് തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമനങ്ങൾ കൂടി. ഇപ്പൊ നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തന്നെയാണെങ്കിലും നിങ്ങൾ ഏത് ജില്ലയിൽ വെക്കുന്നു എന്നല്ല, ഹൗ വി പ്രിപ്പയർ, നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ആ ഒരു സക്സസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ തിരുവനന്തപുരം ജില്ല, അവിടെ വേക്കൻസികൾ ഒരുപാടുണ്ട്, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അവിടെ നോക്കി വെക്കുകയും ചെയ്തു. പക്ഷെ കട്ട് ഓഫ് കൂടിപ്പോയി. അപ്പൊ ഈ 72.67 ആണ്. പക്ഷെ നിയമനങ്ങൾ കുറവുള്ള ഒരു ജില്ലയാണ് ഇടുക്കി. അവിടെ വന്നപ്പോ 62.33. എറണാകുളവും വയനാടും ക്വസ്റ്റ്യൻ പേപ്പർ കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ഈസി ആയിരുന്നു എന്നല്ല, കൊല്ലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഈസി ആയിരുന്നു. ഈസി എന്ന് പറയാൻ പറ്റില്ല അതിനെ നമുക്ക്, എങ്കിലും ആസ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടി ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. കൂടുതലും PYQs ഒക്കെ ആയിരുന്നു ചോദിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ വയനാട്ടിലും ഇച്ചിരി കൂടി നിൽക്കുന്നത് കട്ട് ഓഫും. കൊല്ലം ജില്ല നല്ല ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അതായിരിക്കും 58. കൊല്ലവും പത്തനംതിട്ടയും കട്ട് ഓഫ് കുറവാ, പക്ഷെ കൊല്ലം ജില്ലയിൽ സാമാന്യം കോമ്പറ്റീഷൻ ഉള്ള ഒരു ജില്ലയാണ്. അപ്പൊ അവിടെ വേക്കൻസി കുറവായതുകൊണ്ട് കട്ട് ഓഫ് കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് കുറച്ച് കൂടിയുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കൊല്ലം ജില്ലയില്. അതുകൊണ്ടാണ് ഈ 58.33 കട്ട് ഓഫ് വന്നത്. ആലപ്പുഴ നോർമൽ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. ഈ ഒരു കട്ട് ഓഫ് നമുക്ക് നൽകുന്നത് ഇതാണ്. നിങ്ങൾ ഏത് ജില്ലയിൽ വെച്ചാലും കോമ്പറ്റീഷൻ കൂടുതലുള്ള ജില്ലകളിലാണ് കട്ട് ഓഫ് കൂടും. അപ്പൊ കുറച്ചും കൂടി പെട്ടെന്ന് ജോലി കിട്ടും. പക്ഷെ നമ്മൾ സിലബസും കാര്യങ്ങളും എക്സാമിന് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ എന്നാണ് കാണിക്കുന്നത്. ഇപ്പം ഞാനിപ്പോ നിങ്ങളിപ്പോ കൊല്ലം ജില്ലയിൽ വെച്ച ഒരാൾ വിചാരിക്കും, സോറി ട്രിവാൻഡ്രത്ത് വെച്ച ഒരാൾ വിചാരിക്കുന്നുണ്ടോ വയനാടൊക്കെ 67 ഉണ്ടായിരുന്നു, എനിക്ക് 70 മാർക്ക് ഉണ്ടായിരുന്നിട്ടും ഞാൻ റാങ്ക് ലിസ്റ്റിൽ കാര്യമില്ല. അപ്പൊ നിങ്ങൾ ജില്ലകൾ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും കൂടി ഉണ്ട്. എപ്പോഴും അത് ഓർത്ത് വെച്ച് വെക്കുക.
കോമ്പറ്റീഷൻ കൂടുതലുള്ള ജില്ലകളിൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും, കാരണം കുട്ടികൾ അത്ര നന്നായി പ്രിപ്പയർ ചെയ്യും, കാരണം അവിടെയൊക്കെ നിയമനങ്ങൾ നടക്കും. പിന്നെ LDC റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളോട് പറയാൻ എനിക്കുള്ളത്, നിങ്ങൾക്ക് അതായത് ഉറപ്പായിട്ടും എന്തുണ്ട്, ജോലി കിട്ടും. കാരണം വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് PSC റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഇതിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതിനു വേണ്ടി അല്ലാതെ എല്ലാ പ്രാവശ്യവും നിങ്ങൾ നോക്കിയാൽ മതി, വലിയൊരു റാങ്ക് ലിസ്റ്റ് വരുന്നത്, അതിൽ കുറച്ചു പേർക്ക് എടുക്കും, കുറച്ചു പേര് എടുക്കില്ല. പ്രാവശ്യം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, ഉള്ള എല്ലാവർക്കും ജോലി കിട്ടും എന്നാണ് നമുക്ക് ഉറപ്പിക്കാം, ഏകദേശം ഉറപ്പിക്കാം. പിന്നെ എല്ലാ ഡിസിഷനും ഫൈനലായിട്ട് തീരുമാനിക്കുന്ന PSC തന്നെയാണ്. റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി ഉൾപ്പെടാത്തവര് നിങ്ങൾ ചിലപ്പോൾ LGS എക്സാം എഴുതിയിട്ടൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഉടനെ തന്നെ നിങ്ങളുടെ വരും. പ്രൊഫൈൽ മെസ്സേജുകൾ ഇന്ന് തൃശ്ശൂരും വന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് വരും. അതിനുശേഷം റാങ്ക് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം അതിലെന്തായാലും നിങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുക. LGS ഒക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവര് ഇനിയും ഇതുവരെ പ്രൊഫൈൽ മെസ്സേജ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ അടുത്ത എക്സാം ഏതാണോ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക, പോസിറ്റീവായിട്ട് തന്നെ എപ്പോഴും ഇരിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക. അതുപോലെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.